നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിലെ പ്രോബ്ലംസ് കണ്ടിന്യൂ ആണ്. സോ ദിസ് ഇസ് അവർ നെക്സ്റ്റ് പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലത്തിലെ ദിസ് ഇസ് എ ടിപ്പിക്കൽ പ്രോബ്ലം. ദിസ് ഇസ് യുവർ ആർ സി കപ്പിൾഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. ഇതിൻ്റെ ഓവറോൾ ഗെയിൻ കണ്ടുപിടിക്കാൻ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഐഡിയ. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോഴേ രണ്ട് സ്റ്റേജിലുള്ള കാരണം ദർ ഇസ് ഡെഫിനറ്റ്ലി ലോഡിങ് എഫക്ട് അല്ലേ. അപ്പോൾ ലോഡിങ് എഫക്ട് എവിടെ വരിക? ആദ്യത്തെ സ്റ്റേജിലാണ് ലോഡിങ് എഫക്ട് വരിക ഡ്യൂ ടു ദി ഇൻപുട്ട് ഓഫ് ദ സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ആദ്യം സെക്കൻഡ് സ്റ്റേജിനെ സോൾവ് ചെയ്തിട്ട് അതിന് ശേഷം മാത്രം നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് സോൾവ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് us start with the second stage. അപ്പോൾ നമുക്ക് വേണ്ട എപ്പോഴും we want the voltages and currents. ഓക്കെ, കാരണം നമുക്ക് അറിയാം your voltage gain is RAC by RE dash. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാൽ നമ്മൾ സിലബസിൽ ഇല്ലാന്ന് പറഞ്ഞിരുന്ന ടോപ്പിക്കാണ് ഇപ്പോൾ നമുക്ക് ഇതോടെ വേണ്ടി വരും. ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൽ ഡിസ്കസ് ചെയ്യാനാണ്. ഓക്കെ, നൗ യു സീ ദാറ്റ് ദി വോൾട്ടേജ് ഗെയിൻ ഇസ് derived യൂസിങ് ദിസ് ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ RAC എന്നുള്ള എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം, RE dash എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം. RE dash നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. RE dash is actually 25 millivolt divided by IE, അല്ലേ, in milliampere. അപ്പോൾ നമുക്ക് RE dash ഇങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷെ RE dash വേണമെങ്കിൽ എന്ത് വേണം? IE നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. വാട്ട് ഈസ് RAC? RAC is the AC ലോഡ്, അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ സെക്കൻഡ് സ്റ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. ബിക്കോസ് RAC ശരിക്കും നമ്മൾ എന്താ പറയാറുള്ള? RAC is actually RC പാരലൽ RL ആണ് നമ്മൾ പറയാറുള്ളത്. രണ്ടാമത്തെ സ്റ്റേജിന് ഇത് യാതൊരു പ്രശ്നമില്ല. RC is 5 kilo ohms, RL is 10 kilo ohms. അപ്പോൾ ഇത് രണ്ടും പാരലൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് RAC നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ കണ്ടുപിടിക്കാം. RE dash കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? IE വേണം. IE വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ DC കളെ നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് us start with that part. So let us start by saying what is the ഇത്രയും ഭാഗം മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ പോലെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൽ ചെയ്ത പോലെ ഇതിന്റെ VCC R2 by R1 plus R2 കൊണ്ട് V2 അല്ലെ VB മൈനസ് ചെയ്ത് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. VC AC കണ്ടുപിടിക്കുന്ന പരിപാടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നമുക്ക് R1 R2 R3 R4 എന്ന് വിളിക്കാം. ലെറ്റ് us call this as R1, this is R2, now this is R3, R4, R5, R6, R7, this is R8. Okay. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ സാധാരണ നമ്മുടെ സിംഗിൾ സ്റ്റേജിൽ എന്താ ചെയ്യാറുള്ളത്? ഇവിടെ വരുന്ന വോൾട്ടേജ് അറിയാനായിട്ട് നമ്മൾ പറയും ഈ VCCന്ന് കുറേ ഭാഗം R5 ഡ്രോപ്പ് ചെയ്ത് കളയും, ശിഷ്ടമാണ് ഇങ്ങോട്ട് വരിക എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോണേ. we will say that a current is flowing through the 15 kilo ohm. ഇതിലെ ഒഴുകുന്ന ഏതാണ്ട് അതേ കറണ്ട് തന്നെ R6 വഴി ഒഴുകുന്നു. അപ്പോൾ നമ്മൾ സിംഗിൾ സ്റ്റേജിൽ ചെയ്ത പോലെ വോൾട്ടേജ് അക്രോസ് R6 is equal to VCC അല്ലേ, VCC divided by R5 plus R6 into R6 എന്ന് എഴുതും. VCC R2 by R1 plus R2 നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചെയ്ത അതേപോലെ തന്നെ. ഓക്കെ, ഇതൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ദിസ് ഇസ് ഈക്വൽ ടു VCC 15 ആണ്, 15 into what is R6? R6 is 2.5K divided by R5 plus R6. R5 എന്നുള്ള 15 കിലോ ഓം ആണ്, R6 എന്നുള്ള 2 ആണ്. അപ്പോൾ 2.5 ആണ്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 17.5. സോ ഇറ്റ് ഇസ് 17.5. അപ്പോൾ K വെട്ടിപ്പോവും. ഇതിന്റെ ആൻസർ നമുക്ക് 2.14 വോൾട്ട്. ഓക്കെ, 2.14 വോൾട്ട്. ഇനി നമ്മൾ അടുത്ത പണി എന്താ? ഇവിടുത്തെ വോൾട്ടേജ് ഇവിടെ വരുന്ന വോൾട്ടേജ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സിംഗിൾ സ്റ്റേജ് ചെയ്ത പോലെ ഈ ഒരു ലൂപ്പ് എടുക്കുക. ഈ ഒരു ലൂപ്പ് എടുക്കാൻ നമ്മൾ എന്താ പറയുക? ഈ ഇവിടെ വരുന്ന ഈ വോൾട്ടേജ് VBയുടെ അക്രോസ് ഡ്രോപ്പ് ആവും, ഇതിന് അക്രോസും ഡ്രോപ്പ് ആവും, അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് VR6 is equal to VBE plus IE RE, അല്ലേ. RE ഇതാണ്, ഇതിലെ ഒരു
എമിറ്റർ കറണ്ട് ഒഴുകുന്നുണ്ടാവും. സോ VR6 minus VBE divided by RE is equal to IE. Okay. So ഇത് നമുക്ക് നമ്മുടെ വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. VR6 എത്ര റേറ്റ് 2.14 minus VB നമുക്ക് എല്ലാവർക്കും പറയാം 0.7 ആണ്. 0.7 divided by what is RE? RE is 1 here. അപ്പോൾ by is 1 into 10 raised to 3. Like 1.44 milliampere. So IE is equal to 1.44 milliampere. Okay. The IE2 ആണ്. So this is IE2 is equal to 1.44 milliampere. അപ്പോൾ നമുക്ക് IE2 കിട്ടി. ഇനി നമുക്ക് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. So RE dash, this is for second stage. RE dash is equal to 25 millivolt divided by 1.44 milliampere. This is equal to 17.4 ohms. Milli cancel ആയി പോകും. Okay. So this is RE dash. Okay, so this is RE dash. ഇനി നമുക്ക് എന്ത് ചെയ്യാം, RE ഡാഷ് കിട്ടി ശ്രദ്ധിക്കുക, RAC കൂടെ കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, AV കണ്ടുപിടിക്കാം. ഓക്കെ, സോ RAC is equal to, ഈ RAC എന്താണ്, it is RC parallel RL അല്ലേ. So it is 5K parallel 10K. So this is 5K into 10K divided by 15K. അപ്പോൾ ഒരു K വെട്ടി പോകും. So this is 10 by 3. This is equal to 3.33 kilo ohms. RAC. Okay, so it is 3.33 kilo ohms. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാം. AV is equal to 3.33 K divided by 17.4 അല്ലേ. So this is equal to 191 അടുത്ത് വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്ത സെക്കൻഡ് സ്റ്റേജിന്റെ കാര്യമാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റേജിന്റെ വോൾട്ടേജ് ഗെയിൻ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിന്റെ വോൾട്ടേജ് ഗെയിൻ ആണ്. പക്ഷെ ഫസ്റ്റ് സ്റ്റേജിൽ എന്തുണ്ട്, ലോഡിങ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ ലോഡിങ് എഫക്റ്റ് എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്, ഈ വരുന്ന R3 അതായത് RC is parallel with the input impedance of the second stage. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് സ്റ്റേജിന്റെ കാൽക്കുലേഷൻസ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം, വാട്ട് ഇസ് ദ ഇൻപുട്ട് ഇംപീഡൻസ് ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് ഇംപീഡൻസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ഇക്വേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. വി നോ ദാറ്റ് ദ സെക്കൻഡ് സ്റ്റേജ് ഇവിടുത്തെ ഇൻപുട്ട് RIN നമ്മൾ ശരിക്കും കണ്ടിട്ടുണ്ട്. ദിസ് RIN is actually R5 parallel R6 parallel ZIN ബേസ് നമ്മൾ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, now what is ZIN base? ZIN base is equal to beta RE dash. This is beta RE dash. അപ്പോൾ രണ്ടാം സ്റ്റേജിലെ ബീറ്റ നമുക്ക് തന്നിട്ടുണ്ട്, RE dash നമ്മൾ കണ്ടു. സോ ZIN base on the second stage. So ZIN base is equal to 200 into RE dash. What is RE dash? RE dash 17.4 ohms. So this is 3.48 kilo ohms. ഇതിന്റെ ഇരട്ടി and the 100 part. Okay, അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം, ഈ R5 R6 പാരലൽ ആയിട്ട് അല്ലേ. സോ ഐ ക്യാൻ സേ ദാറ്റ് ഈ ഇക്വേഷൻ നമുക്ക് അറിയില്ല. സോ ഐ വിൽ സേ ദാറ്റ് 1
is RIN, sorry, 1 by RIN is equal to 1 by R5 plus 1 by R6 plus 1 by it is 3.48 kilo ohms. Okay. ഇതൊന്ന് സോൾവ് ചെയ്യുന്നു. ഓക്കെ, and R5 it is 1 by 15k plus 1 by R6 is 2.5k plus 1 by 3.48. ഇത് സോൾവ് ചെയ്യുമ്പോൾ RIന്റെ വാല്യൂ നിങ്ങൾക്ക് 1.33k എന്ന് വരും. ബിക്കോസ് ഇറ്റ് വിൽ ബി ലെസർ ദാൻ ദ ലോവസ്റ്റ് വാല്യൂ എന്നാണ്. 2.5 താഴെ എന്തായാലും കിട്ടാൻ പോകുന്നു. ഓക്കെ, സോ RIN നമുക്ക് കിട്ടി. ഇത് ഏതിന്റെ RIN ആണ്? ദിസ് ഇസ് ദ RIN ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണ പോയിന്റ് എന്താ? ഈ റെസിസ്റ്റൻസിനോട് പാരലൽ ആയിട്ടാണ് ഫസ്റ്റ് സ്റ്റേജിന്റെ R3 വരാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ചെയ്യാം. ഇത്രയൊന്നായപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജിന്റെ കാൽക്കുലേഷൻസ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം, ഫസ്റ്റ് സ്റ്റേജ്. ഇനി ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് നമുക്ക് വോൾട്ടേജ് ഗെയിൻ വേണം. വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കുന്ന ഈ പറഞ്ഞ പോലെ ലോഡിംഗ് എഫക്റ്റ് കയറി വരും. ഓക്കെ, സോ നൗ ലെറ്റ് us see what is effect of loading effect. അപ്പോൾ നമ്മൾ പറയാൻ പോണത് RAC, നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിന്റെ RAC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് R3 അല്ലെ, R3 പാരലൽ RIN. നമുക്ക് ഇത് തൽക്കാലം RIN2 എന്നിടാം. RIN2 ബിക്കോസ് ദാറ്റ് ഇസ് ദ ഇൻപുട്ട് ഇംപെഡൻസ് ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ ഇത് ശരിക്കും കളക്ടർ റെസിസ്റ്റൻസ് പാരലായിട്ട് വരുന്നത് ഈ ലോഡിനോടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ കളക്ടർ റെസിസ്റ്റൻസ് ഇവിടെ വരുന്ന മൊത്തം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ചേർന്ന എല്ലാം ചേർന്ന ഇസ്രയേൽ ബേസിലേക്കാണ്. ഓക്കെ, സോറി, ഇസ്രയേൽ ബേസിലെ ഇൻപുട്ട് റെസിസ്റ്റൻസിലേക്കാണ് RIN2. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. സോ ദിസ് ഇസ് R3. R3 is 5k parallel to 1.33k. So this is 5 kilo ohm parallel to 1.33 kilo ohm. That will be 1.05 kilo ohms RIC. This RIC ഫസ്റ്റ് സ്റ്റേജിന്റെ കാര്യം നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? Now we can find out the your RE dash. RE dash. First സ്റ്റേജിന്റെ കാര്യത്തിൽ what is RE dash? RE dash is equal to 25 millivolt divided by IE in milliampere. അപ്പോൾ നമുക്ക് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിന്റെ ഈ പറയുന്ന നേരത്തെ ചെയ്ത പോലെ DC കൊണ്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് VR2 is equal to VDE plus IERE. ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിന്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്. ഇവിടെ വരുന്ന ഈ വോൾട്ടേജ് VBയിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാക്കും, പ്ലസ് IERയിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാക്കും. ഓക്കെ, ഇനി ഞങ്ങൾക്ക് ഒരു വർക്കായിട്ട് തരാം. ഇത് ഉപയോഗിച്ച് I want you to find the value of I. ഓക്കെ, IE കണ്ടുപിടിച്ചതിന് ശേഷം RE ഡാഷിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ചെക്ക് ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് RE ഡാഷ് ഇസ് ഈക്വൽ ടു 19.8 ohms. 19.8 ohms കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ RE ഡാഷ് നമുക്ക് കിട്ടി. ഇതേതാ വർക്ക് ചെയ്ത ഫസ്റ്റ് സ്റ്റേജിന്റെ കാര്യമാണ്. ഇനി ഫസ്റ്റ് സ്റ്റേജിന്റെ കാര്യത്തിൽ now do we have the first stage RIN, RIC നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കണം. AV is equal to RAC divided by RE dash അല്ലേ? RAC RAC നമ്മുടെ കയ്യിലുണ്ട് 1.05 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.05k ഡിവൈഡഡ് ബൈ RE ഡാഷ് 19, അതായത് ഇത് വേണമെങ്കിൽ നമുക്ക് 20 എടുക്കാം.
അപ്രോക്സിമേറ്റ് 20 എടുക്കാം. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു 20. അപ്പോൾ ഏതാണ്ട് 53 അടുത്ത് വരും. 53 അടുത്തായിരിക്കും വരും. ഓക്കെ, ഓർക്കുക ദിസ് ഇസ് എ ബി, ദിസ് ഇസ് ഫോർ ദ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റേജ് ആയി നമ്മൾ പറയാം. നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് രണ്ട് സ്റ്റേജിന്റെയും വോൾട്ടേജ് കിട്ടി. ഇതാ ഫസ്റ്റ് സ്റ്റേജിന് നമുക്ക് കിട്ടി 53. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് സ്റ്റേജ്? സെക്കൻഡ് സ്റ്റേജിന്റെ കാര്യം നേരത്തെ നമുക്ക് 191 കിട്ടിയിരുന്നു. അല്ലേ, സെക്കൻഡ് സ്റ്റേജിന്റെ 191 കിട്ടിയിരുന്നു. അപ്പൊ ഇനി നമുക്ക് പ്രോബ്ലം ഫൈനൽ ആക്കാം. വി ക്യാൻ സേ ദാറ്റ് ദ ടോട്ടൽ വോൾട്ടേജ് ഗെയിൻ എ വി ഈസ് ഈക്വൽ ടു AV1 into AV2, which is equal to 53 into 191. അത് മിക്കവാറും ഇത് 200 താഴെയാണ്. അപ്പോൾ come somewhere below 1 into 10 raised. അത് ചെയ്ത് നോക്കാം. You get somewhere at 30 something, 35 or something, 35,000. So this will be the answer. Okay, ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇതിനെ കുറച്ച് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. ഇത് നമ്മുടെ ട്രാൻസ്ഫോമർ കപ്ലിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ആണ്. ഇതിനോട് ഇപ്പോൾ ഈ പ്രോബ്ലത്തിന് നമ്മളോട് ചോദിച്ചിട്ടില്ല എന്താണെന്ന് ആലോചിച്ച് നോക്കി. യു ആർ ഗിവൺ ദാറ്റ് 16 ohms ലോഡ്, 16 ohms ഉള്ള ഒരു ലോഡിലേക്ക് നമ്മൾ പവർ ട്രാൻസ്ഫർ ചെയ്യണം. പവർ നല്ല ശരിക്കും വോൾട്ടേജ് ആണ്, പക്ഷേ ബട്ട് ഗെറ്റിംഗ് ട്രാൻസ്ഫർ ഇസ് പവർ. അപ്പോൾ ഇത് നമുക്ക് വേണ്ട ടേൺസ് റേഷ്യോ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഓൾസോ ആസ്ക്ഡ് ഫോർ വാട്ട് ഈസ് ദി സെക്കൻഡറി വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു BSc ലെവൽ പ്രോബ്ലം അല്ല, ഇത് നമ്മൾ +2 ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. കാരണം വി നോ ദ റിലേഷൻ ബിറ്റ്വീൻ NP, NS ആൻഡ് RP, RS. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ റിലേഷൻ? RP by RS is equal to NP by NS the whole square. Okay, നമ്മളോട് ചോദിച്ചിട്ടുള്ള NP by NS ആണ്. ഓക്കെ, RP RS വന്നിട്ടുണ്ട്, പിന്നെ കൂടുതലും പറയാനില്ല അല്ലേ. സോ ദിസ് ഇസ് RP എന്താണ്? 10K എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 10 into 10 raised to 4, 10 raised to 4 divided by 16 is equal to NP by NS square. So what is NP by NS? NP by NS is equal to root of 10 raised to 4 by 16, that is root of 10 raised to 4 divided by root of 16, that is 100 divided by 4. So this is 25. For turns ratio നമ്മൾ ഇതിനെ n എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ let us call it as n. So n is equal to 25. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് what is the secondary voltage? Vs എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. Vp നമുക്ക് തന്നിട്ടുണ്ട്. Okay, so again we have the relation that Vs by, or let us say Vp by Vs is equal to Np by Ns. Okay, so Vp by Vs is equal to Np by Ns എന്താണ്? 25 ആണ്. So it's 25. So Vp 10 ആണ് അല്ലേ. So this 10 divided by Vs is equal to 25. So Vs is equal to 10 by 25. 10 by 25 എന്ന് പറയുമ്പോൾ it is 2 by 5. 2 by 5 is 0.4 അല്ലേ. 0.4 volt. The answer. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. ഇറ്റ് ഇസ് എ പ്രോബ്ലം കണക്ട് വിത്ത് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, 2 സ്റ്റേജ് ആംപ്ലിഫയർ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഇറ്റ് ഇസ് ദി DC വോൾട്ടേജസ് ഫോർ ബോത്ത് സ്റ്റേജ്, പിന്നെ രണ്ടാമത്തെ വോൾട്ടേജ് ഗെയിൻ ഓഫ് ഈച്ച് സ്റ്റേജ് ആൻഡ് ദി ഓവറോൾ വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ ആദ്യത്തെ പറയുക DC വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ട്രാൻസിസ്റ്ററിൻ്റെ 3 ടെർമിനലിൽ അക്രോസ് വരുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കണം. ബേസ്, എമിറ്റർ ആൻഡ് കളക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തുടങ്ങണം. Q1ൻ്റെ ആദ്യ സ്റ്റേജിൽ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ വി ഹാവ് ടു ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് R2. ആ വോൾട്ടേജാണ് ബയാസിങ് നടത്തുന്നത്.
ഇൻപുട്ടായിട്ട് വരുന്നത് അതിലെയാണ് R2 വഴിയാണ്. സോ ഇറ്റ് ഈസ് VCC R2 by R1 plus R2. ഇവിടെ VCC നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 12 ആണ്. R1 is 100 kilo ohms, R2 is 22 kilo ohms. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് V2ൻ്റെ വാല്യൂ 2.16 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജ് എവിടെയാണ് വരുന്നത് നോക്കി. ഇറ്റ് ഈസ് കമ്മിങ് അക്രോസ് ദി ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ അല്ലേ, കാരണം Q1ൻ്റെ ബേസിലേക്കാണ് ഈ പറഞ്ഞ വോൾട്ടേജ്. R2ൻ്റെ ഒരു ടെർമിനലിൽ ബേസിലും മറ്റേ ഗ്രൗണ്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് കണ്ടക്ട് വിത്ത് ബേസ്. അപ്പോൾ ബേസിലെ വോൾട്ടേജ് നമുക്ക് കിട്ടി, DC വോൾട്ടേജ് നമുക്ക് കിട്ടി. ഇനി ഈ വോൾട്ടേജ് V2 എന്നുള്ള വോൾട്ടേജാണ് നമ്മുടെ ബേസ് എമിറ്റർ ജംഗ്ഷൻ്റെ അക്രോസും അതുപോലെ തന്നെ R4 എന്നുള്ള എമിറ്റർ റെസിസ്റ്റൻസിൻ്റെ അക്രോസും ഡ്രോപ്പ് ആവുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു V2 = VB + IE. ഇവിടെ RE എന്നുള്ളത് R4 ആണ്. അപ്പോൾ നമുക്ക് IE1 എന്ന് എഴുതാൻ കാരണം ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് ആയ കാരണം IE1 എന്ന് സൂചിപ്പിക്കുന്നു. ഇറ്റ് ഇസ് V2 - VB / RE എന്നുള്ളത് R4 ആയാണ്, നമ്മൾ R4 തന്നെ കൊടുക്കുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2.16 ആണ് നമ്മൾ നേരത്തെ നമുക്ക് കിട്ടി. V2 VB നമുക്ക് എല്ലാവർക്കും അറിയാം 0.7 ആണ്. R4 നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 4.7 ആണ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.31 mA. അപ്പോൾ നമ്മൾ പറയും ഇതാണ് നമ്മുടെ എമിറ്റർ കറണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, മുമ്പ് ചെയ്ത അപ്രോക്സിമേഷൻ നടത്തിയ പോലെ ദിസ് ഇസ് ദ കളക്ടർ കറണ്ട്, അപ്രോക്സിമേറ്റ്ലിക്കുള്ളത് കളക്ടർ കറണ്ട് നമ്മൾ. അപ്പോൾ IEയും ICയും നമുക്ക് കിട്ടി 0.31 mA. നമ്മളിത് കണ്ടുപിടിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ DC കളക്ടർ കറണ്ട് നമുക്ക് കിട്ടി. ഈ കളക്ടർ കറണ്ട് കണ്ടുപിടിക്കണം ബിക്കോസ് വി നീഡ് ദി വോൾട്ടേജ് അക്രോസ് ദ കളക്ടർ. കാരണം 3 ടെർമിനൽ അക്രോസ് വരുന്ന വോൾട്ടേജ് നമുക്ക് കിട്ടണം. ഇപ്പോൾ എമിറ്ററിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടി, കളക്ടറിൻ്റെ ഭാഗത്ത് ബേസിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ദ DC വോൾട്ടേജ് അറ്റ് ദ കളക്ടർ ഈസ് VC1. നോക്കിയേ, VC1 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കളക്ടറിൻ്റെ അവിടെയാണ്. R3ക്ക് താഴെ വരുന്ന ടെർമിനലാണ് VC1 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് VCC - ICRC നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ ബയാസിങ്ങിൽ ഉപയോഗിക്കുന്ന അതേ ഇക്വേഷനാണ്. ഇവിടെ IC എന്നുള്ള IC1 ആണ് ആദ്യത്തെ നമ്മുടെ ട്രാൻസിസ്റ്റർ ആയാലും, ആൻഡ് RC ഈസ് R3. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് VCC is 12 volt, IC1 നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.31, ആൻഡ് R3 ഈസ് സർക്യൂട്ടിന് മനസ്സിലാവും 22 kilo ohms. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് 5.18 വോൾട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബേസിലെയും കളക്ടറിലെയും എമിറ്ററിലെയും Q1 കിട്ടി. Q1ൻ്റെ ഈ 3 ടെർമിനലിലുള്ള വോൾട്ടേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വി ആർ ഗോയിങ് ടു ദി സെക്കൻഡ് സ്റ്റേജ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് നിങ്ങൾ നോക്കിയേ. മുമ്പത്തെ സ്റ്റേജ് നമുക്ക് മനസ്സിലായി 5.81 വോൾട്ടാണ് R3ക്ക് താഴെ വരുന്നത്. ഓക്കെ, അതാണ് എടുത്ത് നേരെ എങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്, Q2ലേക്ക് കൊടുത്തിട്ടുള്ളത് അല്ലേ. സോ യു സീ ദാറ്റ് ദ വോൾട്ടേജ് അക്രോസ് ദ കളക്ടർ ഓഫ് Q1 is given to the base of Q2. ഓക്കെ, അപ്പോൾ Q2ലേക്ക് ഏത് വോൾട്ടേജ് ആയിരിക്കും? നേരത്തെ നമുക്ക് കിട്ടിയ കളക്ടറിൻ്റെ അതേ വോൾട്ടേജ് ആയിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് പോകുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ദ ബേസ് വോൾട്ടേജ് ഓഫ് Q2 ഈസ് 5.81 വോൾട്ട്. നേരത്തെ നമുക്ക് കിട്ടിയ നമ്മുടെ കളക്ടറിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് VC1 തന്നെയാണ്, വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ ബേസ് ഓഫ് Q2 അല്ലേ. ഇനി ഈ Q2യുടെ ബേസിൽ വരുന്ന വോൾട്ടേജ് ആണ് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ നമ്മുടെ VBയുടെയും IEREയും ഡ്രോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. 5.18 വോൾട്ട് നമുക്ക് കിട്ടുന്ന വോൾട്ടാണ് VB + IERE. ഇവിടെ REക്ക് വരും R6 ആണ്. ഓക്കെ, നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൽ എമിറ്റർ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് R6 ആണ്. ഇതിൽ നിന്ന് IE കണ്ടുപിടിക്കാവുന്നുള്ളൂ. നമ്മൾ IEനെ വെറും IE എന്നല്ല IE2 നിർത്തുന്നു, കാരണം ഇറ്റ് ഇസ് ഈ സെക്കൻഡ് ട്രാൻസിസ്റ്റർ. സോ ഇറ്റ് ഇസ് VC1 - VBE / R6. VC1നാണ് നമ്മൾ 5.18 എന്ന് കൊടുത്തിട്ടുള്ളത്. അതിവിടെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. സോ അത് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, സോ ഇറ്റ് ഇസ് 5.18 - 0.7 / 10 kilo ohms. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് അപ്രോക്സിമേറ്റ്ലി ആസ് 0.45 mA. ഓർക്ക് ഇത് എമിറ്റർ കറണ്ട് ആണ്. വി വിൽ അപ്രോക്സിമേറ്റ് ടു ബി ദി കളക്ടർ കറണ്ട് ഓൾസോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇത് ദി കറണ്ട് അക്രോസ് എമിറ്റർ ആൻഡ് കളക്ടർ. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി വോൾട്ടേജ് ദ കളക്ടർ. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ കണ്ട പോലെ തന്നെ VCE = VCC - ICRC എന്നുള്ള അതേ ഐഡിയ നമ്മളെടുക്കും. VC2 അല്ലേ, രണ്ടാമത്തെ V ഔട്ട് എന്നുള്ള ആ ടെർമിനലാണ് VC2, നമ്മുടെ രണ്ടാമത്തെ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പോയിൻറ്റ്. ഇറ്റ് ഈസ് VCC - IC2 രണ്ടാമത്തെ രണ്ടാം ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ റെസിസ്റ്റൻസാണ് R5 അല്ലേ, ഇൻറ്റു IC2 ഇസ് ദി കളക്ടർ കറണ്ട് ഓഫ് ദി സെക്കൻഡ് ട്രാൻസിസ്റ്റർ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VCC 12 ആണ്. IC2 നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക, IC2 കൂടെ ശ്രദ്ധിക്കണം. ഇറ്റ് ഇസ് 0.45, മറ്റേ 0.31 എടുത്ത് എഴുതികൾ അത് IC1 ആണ്. 0.45 നമ്മൾ സെക്കൻഡ് സ്റ്റേജ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് 0.45 × 10 kilo ohms ആണ് നമ്മുടെ R5. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് 7.5 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടി? നമ്മുടെ DC വോൾട്ടേജ് അറ്റ് ദി
കളക്ടറും കിട്ടി അല്ലേ. ഇപ്പോൾ നമുക്ക് 3ൻ്റെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് സംശയം വരെ എമിറ്ററിന് കിട്ടിയില്ലല്ലോ. IERE ആണ് എമിറ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്. അത് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമുക്ക് വോൾട്ടേജും കണ്ടത്. അപ്പോൾ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, അതായത് DC വോൾട്ടേജ് അക്രോസ് ഈച്ച് ടെർമിനൽ എല്ലാതും നമ്മൾ കണ്ടു. ഇനി വോൾട്ടേജ് ഗെയിൻ കാണണം. വോൾട്ടേജ് ഗെയിൻ കാണാൻ നമ്മുടെ ഇക്വേഷൻ ഉണ്ട് AV1 or AV ഈക്വൽ ഇൻ ജനറൽ AV ഈക്വൽ ടു RAC/RE'. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റേജ് എടുക്കുകയാണ്. ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രശ്നം എന്താ, ഇവിടെ ഡബിൾ സ്റ്റേജ് ആയ കാരണം ആദ്യത്തെ സ്റ്റേജിൽ എന്ത് വരും, ലോഡിങ് എഫക്റ്റ് വരും. അപ്പോൾ നമുക്ക് ഏറ്റവും അധികം ലോഡിങ് എഫക്റ്റ് കാണണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം പറയുന്നത് വോൾട്ടേജ് ഗെയിൻ AV1 = RAC/RE1', വേർ RE1' is 25 millivolt divided by IE1 അല്ലേ. അപ്പോൾ നമുക്ക് IE1 നമ്മുടെ കയ്യിലുണ്ട് 0.31 milliampere ആണ്. അത് നോക്കി പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ നോക്കി നല്ലോണം ശ്രദ്ധിച്ച് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇറ്റ് ഈസ് 25 divided by IE1 in milliampere ആണ്. അതുകൊണ്ടാണ് നമ്മൾ മുകളിലത്തെ യൂണിറ്റ് അങ്ങ് ഒഴിവാക്കിയത്. അപ്പോൾ 25/0.31 80 ചില്ലാൻ ഓംസ് എന്ന് കിട്ടും. ഇനിയാണ് നമ്മൾ ലോഡിങ് എഫക്റ്റ് കാണേണ്ടത്. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന ഇൻപുട്ട് ഇമ്പീഡൻസ് നമുക്ക് കാണണം, അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്ക് കാണണം. അതിനാണ് ZIN ബേസ് നമ്മൾ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലെ ഇമ്പീഡൻസ് ആണ് βRE2'. അത് നമ്മൾ കാണുന്നത് RE2'. നേരത്തെ അതേ ഇക്വേഷൻ തന്നെയാണ് 25/IE. ഇവിടെ IE2 ആണ്. സെക്കൻഡ് സ്റ്റേജ് ആണ്. അപ്പോൾ 25 divided by the emitter current of the second stage IE2 അത് നമ്മൾ കാണുന്നു. ഓക്കെ, 25 divided by IE2യുടെ വാല്യൂ 0.45 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, RE2'ൻ്റെ വാല്യൂ കിട്ടും 55.8 ഓംസ്. ഇനി ZIN ബേസ് എന്ന് പറയുന്നത് βRE' ആണെന്ന് നമുക്കറിയാം. അത് നമ്മൾ മുമ്പത്തെ സ്റ്റെപ്പിൽ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബീറ്റ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. ബീറ്റയ്ക്കുള്ള 125 എന്നുള്ള ഡയഗ്രത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 125 × 55.8 ആണ് RE2'. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 7 കിലോ ഓംസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിൻ്റെ റെസിസ്റ്റൻസ്. ഏത് Q2 എന്നുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലെ റെസിസ്റ്റൻസ് ആണ് ഇത്ര. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയാൻ പോണത്, ഈ ബേസിൽ വരുന്ന ഈ റെസിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യാൻ പോണത്, നമ്മുടെ R3ക്ക് പാരലായിട്ട് വരാൻ പോണത്. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ RC കപ്പിൾഡ് ആംപ്ലിഫയറുടെ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ സ്റ്റേജിന് ബയാസിങ് റെസിസ്റ്റേഴ്സ് ഇല്ല. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും നമ്മളെങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് ഇറ്റ് ഈസ് R5 പാരലൽ R6 പാരലൽ ZIN ബേസ് എന്നൊക്കെയാണ്. അത്രയും ഇവിടെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജിന് ഇവിടെ ബയാസിങ് റെസിസ്റ്റേഴ്സ് ഇല്ല. അപ്പോൾ വെറും R3 ഈസ് കമ്മിങ് പാരലൽ ടു ദ ZIN ബേസ്. അതുകൊണ്ടാണ് നമുക്ക് ആ AC കളക്ടർ ലോഡ് ഫോർ ദ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്താ നോക്കി, RAC = R3 പാരലൽ ZIN ബേസ്. അപ്പോൾ 22 കിലോ ഓംസ് പാരലൽ ടു 7 കിലോ ഓംസ് ആണ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഗെറ്റ് ആസ് 5.31 കിലോ ഓംസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ RAC കിട്ടിയ സ്ഥിതിക്ക് അതുപോലെ RE1 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇറ്റ് ഈസ് RAC/RE'. RAC ഫോർ ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് 5.31. ഇപ്പോൾ നമുക്ക് കിലോ ഓംസ് നമുക്കിപ്പോൾ കിട്ടി. RE1' മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 80.6 ഓംസ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് 66, ഏതാണ്ട് 66 അടുത്ത് കിട്ടും. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് സ്റ്റേജിൻ്റെ വോൾട്ടേജ് ഗെയിൻ. സെക്കൻഡ് സ്റ്റേജ് വളരെ എളുപ്പമാണ്. കാരണം ദർ ഇസ് നോ ലോഡിങ് എഫക്റ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കളക്ടർ ലോഡ് എത്രയാണ്, RC എന്താണോ അത് തന്നെയാണ് അല്ലേ. RAC ഈസ് R5 ആണ് നമ്മുടെ കളക്ടർ റെസിസ്റ്റർ. Q2 കളക്ടർ റെസിസ്റ്റർ R5ൻ്റെ വാല്യൂ 10 കിലോ ആണ്. അപ്പോൾ അത് മാത്രമേ എന്തായിട്ടുള്ളൂ, RAC ആയിട്ടുള്ളൂ. ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് തന്നിട്ടില്ല. ലോഡ് റെസിസ്റ്റൻസ് Voutൻ്റെ അവിടെ നമ്മൾ നോക്കി മനസ്സിലാവും, യാതൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തില്ല. അതല്ല, അവിടെ ലോഡ് റെസിസ്റ്റൻസ് പറഞ്ഞ RL നിൽപ്പുണ്ടെങ്കിൽ R5 പാരലൽ RL ആയേനെ. നമുക്ക് ഇപ്പോൾ എന്തായാലും ആ ബുദ്ധിമുട്ടില്ല. ഓക്കെ, സോ AC ടോട്ടൽ AC ലോഡ് എന്ന് പറയുന്നത് R5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗെയിൻ എന്തായിരിക്കും, ഇവിടെ RAC എന്ന് പറയുന്ന RC തന്നെയാണ്. സോ AV2 ഈസ് RAC/RE2' ആണ്. ഇവിടെ ഓർക്ക് സെക്കൻഡ് സ്റ്റേജ് ആണ്. അവിടെ RE2' എടുക്കേണ്ടി വരും. അപ്പോൾ RAC ഈസ് 10 കിലോ ഓം, R5യുടെ വാല്യൂ തന്നെ ഡിവൈഡഡ് ബൈ 55.8, ദാറ്റ് ഈസ് 179. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി = 179. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ സ്റ്റെപ്പ് ടോട്ടൽ ഗെയിൻ ഈസ് AV1 × AV2. അതായത് AV1ൻ്റെ വാല്യൂ നേരത്തെ നമുക്ക് കിട്ടി 66, ഇപ്പോൾ നമുക്ക് AV2 കിട്ടി 179. നമുക്ക് മനസ്സിലായി ലോഡിങ് എഫക്റ്റ് കാരണം ആദ്യത്തെ സ്റ്റേജിൻ്റെ ഗെയിൻ 66 ഉള്ളൂ, 179 ഇല്ല. ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് യു വിൽ ഗെറ്റ് 11,815. ഓക്കെ.